ഇത് ഒരു പുതിയ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഇത് മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ അതിന്റെ ചർച്ചയ്ക്കായി ലത്തീൻ സമുദായ നേതാക്കളെ ലത്തീൻ മെത്രാൻ സമിതിയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയാണ്. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൗസിലാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവരുണ്ട്, പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അവിടെ നേതാക്കന്മാരൊക്കെ എത്തുന്നുണ്ട്. ലത്തീൻ രൂപതയുടെ നേതൃത്വത്തെ നമുക്ക് കാണാം. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അതിൽ ഇടപെടൽ നടത്തുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ ഏതാണ്ട് ഒരു മുന്നറിയിപ്പിന്റെ സൂചന എന്ന മട്ടിൽ തന്നെ സംസാരിച്ചിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് ഇടപെടും, നിങ്ങൾ അത് ഇടപെടാതിരിക്കുന്നത് BJP യെ സഹായിക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഞങ്ങൾ അതിന് അവസരം ഒരുക്കില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? എവിടെ വെച്ചാണ് ഈ ചർച്ച നടക്കുന്നത്? SKN മുനമ്പം തർക്കം, ഭൂമി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കൾ ലത്തീൻ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടക്കുകയാണ്. എറണാകുളം വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് ബിഷപ്പ് ഹൌസിലാണ് നിലവിൽ കൂടിക്കാഴ്ച. സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, മുഹമ്മദ് ഷാ അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണ് ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ലീഗ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മുനമ്പത്തുള്ള ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരത്തിൽ പൂർണ്ണ പിന്തുണ, അവരെ ആരെയും ഈ ഭൂമി വിട്ട് ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അവർക്കൊപ്പമാണ് എന്ന് ലീഗ് നിലപാടെടുത്തു. ഒപ്പം സംസ്ഥാന സർക്കാർ ഈ ചർച്ചകൾ വൈകുന്ന ഘട്ടത്തിൽ ഈ ചർച്ചകൾ എത്രയും പെട്ടെന്ന് നീണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അവർ നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ലീഗ് നേതാക്കൾ ബിഷപ്പുമാരെ, ലത്തീൻ ബിഷപ്പുമാരെ കണ്ട് സംസാരിക്കുന്നത്. ബിഷപ്പുമാർ മാത്രമല്ല, ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇത്. ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി അല്ലെങ്കിൽ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട്, മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടെല്ലാം ഏറ്റവും നിർണായകമായ ചർച്ച കൂടിയാണിത്. വഖഫിലടക്കം ലീഗിന്റെ സ്വാധീനം നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഒരു തർക്ക പരിഹാരത്തിലേക്കടക്കം അല്ലെങ്കിൽ സർക്കാരുമായി 22-ാം തീയതി നടക്കുന്ന യോഗത്തിന് മുന്നോടിയായി ഇന്നത്തെ യോഗം കൂടി ചേരുമ്പോൾ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അല്പസമയം മുമ്പാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് ഷായും ഈ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെ ബിഷപ്പ് ഹൌസിലേക്ക് എത്തിയത്. വരാപ്പുഴ എറണാകുളം അങ്കമാലി വരാപ്പുഴ രൂപത ബിഷപ്പ് അടക്കമുള്ള ആളുകൾ, കോട്ടപ്പുറം രൂപത ബിഷപ്പ് ആംബ്രോസ് പുത്തംവീട്ടിൽ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോട്ടപ്പുറം രൂപതയാണ് ഈ സമരത്തിന് ഏറ്റവും ശക്തമായി മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിഷപ്പ് അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഗീയ സംഘടനകൾ ഈ സമരത്തെ ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം ലീഗ് നേരത്തെ നിലപാടെടുത്തിരുന്നു. സർക്കാരിന്റെ ഇടപെടൽ വൈകുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി ലീഗ് ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ ഇടപെടൽ വൈകുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇതിന് മുൻകൈ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ കൂടി ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം പാലക്കാടോ അല്ലെങ്കിൽ വയനാടോ ഒക്കെ ഇനി വരുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചയാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലീഗിന്റെ ഇടപെടൽ. പക്ഷേ അതിനെല്ലാം മുൻപ് തന്നെ ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ശ്ലാഘനീയമായ നിലപാട്, മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള നിലപാടെടുത്തത് ലീഗാണ്. ഈ സമരസമിതിയും ലീഗിന്റെ നിലപാടിനെ നേരത്തെ ഏറ്റെടുത്തിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ ഒരു ലേഖനം വന്നിരുന്നു സംസ്ഥാന നേതാവിന്റെ. അതിനെ അടക്കം ലീഗ് തള്ളിപ്പറയുകയും ലീഗ് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാട് വ്യക്തമാക്കിയത്, മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ആ കൂടിക്കാഴ്ച അന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ ബിഷപ്പ് ഹൌസിൽ ലത്തീൻ ബിഷപ്പുമാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ബിഷപ്പ് സമിതി നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിലേക്കാണ് ഇതിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷായും സാദിഖ് അലി തങ്ങളുമെല്ലാം എത്തിയിരിക്കുന്നത്. വിശദമായ ഒരു ചർച്ച മുൻപ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കും. 22-ാം തീയതിയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം. ഇത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭൂസംരക്ഷണ സമിതി. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ വീണ്ടും വീണ്ടും പറയുന്നു. ഇപ്പോൾ സമരം തുടങ്ങി, റിലേ നിരാഹാരം തുടങ്ങി ഏകദേശം 37 ദിവസം പിന്നിടുന്നു. ആ ഘട്ടത്തിലാണ് നിർണായകമായ ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും ഈ ലത്തീൻ ബിഷപ്പുമാരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. യെസ് വിഷ്ണു, ഇതിലിപ്പോൾ സർക്കാരാണല്ലോ ആത്യന്തികമായി ഇതിൽ ചർച്ച നടത്തേണ്ടത്. അപ്പോൾ 22-ന് സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് മുമ്പ് ഇതൊരു സൗഹൃദ ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഒരു കൂടിക്കാഴ്ച, ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾക്ക്, മറ്റെന്തെങ്കിലും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾക്ക് സാധ്യതയുണ്ടോ?
വിജയകുമാർ, ആത്യന്തികമായി പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് സർക്കാരാണ്. സർക്കാരിന് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കാനാകൂ. പക്ഷേ നിലവിൽ ഈ ലീഗ് നേതാക്കളുടെ ഈ കൂടിക്കാഴ്ച അത് ചില ആശങ്കകളൊക്കെ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു വർഗീയ ധ്രുവീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നൊരു ആശങ്ക ചില കോണുകളിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ അതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ മുൻകൈ എടുത്ത ലത്തീൻ ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. കാരണം ഒരു തരത്തിലും ഈ മുനമ്പം ഭൂമി തർക്കം മറ്റൊരു തലത്തിലേക്ക് പോകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ലീഗിനുണ്ട്. അത് കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച. ഒപ്പം ഉറപ്പായും സർക്കാരിന് 22-ാം തീയതി നടത്തുന്ന ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഈ സമരസമിതി ആളുകളൊക്കെ പങ്കെടുക്കുന്നു.